ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി ട്രേസർ ബാർ ഓവർസർ ഗ്രേഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മെക്കാനിക്കൽ സിലബസിലെ IC എഞ്ചിൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ മാക്സിമം ക്വസ്റ്റ്യനുകൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ സിലബസ് ആദ്യം നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, അതേപോലെ എഞ്ചിൻ പാർട്സ്, 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ, പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ, ഇത്രയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. പക്ഷേ അത് വിശദമായി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. സിവിൽ സ്റ്റെയർ ആയാലും ആർച്ച് ആയാലും ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉള്ളതുപോലെ എഞ്ചിൻ്റെ കേസിലും കുറച്ച് എന്ത് വരുന്നുണ്ട്, ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്. അത് നമ്മൾ നിർബന്ധമായും പഠിക്കണം. അവിടെ നിന്നും ധാരാളം ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട് ടെക്നിക്കൽ ടേംസ്. പിന്നെ ഉള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനാണ്. പിന്നെ കോമ്പൗണ്ട്സ് ലൈക്ക് കാർബറേറ്റർ, ഫ്യൂൽ ഇഞ്ചക്ടർ, ഫ്യൂൽ പമ്പ്, അതൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. കൂടാതെ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഞ്ചിൻ ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാളെടുത്ത് ഒരു തിയോഡലൈറ്റ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പം പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം കണ്ട് വർക്ക് ചെയ്തൊരു ശീലമോ അതിലുള്ളൊരു പ്രവൃത്തി പരിചയം ഒന്നും ഒരു മെക്കാനിക്കലിനെ സംബന്ധിച്ചിടത്തോളം തിയോഡലൈറ്റിൽ ഉണ്ടാവില്ല. അതേപോലെ സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഒരു മില്ലിംഗ് മെഷീൻ ആയാലും ലെയ്ത്ത് ആയാലും ഒരു എഞ്ചിനൊക്കെ ആയാലും കൂടുതലായിട്ട് നിങ്ങൾ അതുമായിട്ട് ഇടപഴകുന്നില്ല. അപ്പം അതുകൊണ്ടുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ, ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പ് പരിഹരിച്ച് കഴിഞ്ഞാൽ ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കാൻ സാധിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഏതൊരു ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ബേസിക് ഒരു ഫൗണ്ടേഷൻ നമുക്ക് എടുക്കാൻ സാധിച്ചാൽ മുകളിലേക്ക് എത്ര വലിയ കാര്യം വന്നാലും നമുക്കത് താങ്ങി നിർത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് എഞ്ചിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ഈ കാണുന്നത് എഞ്ചിൻ്റെ ഒരു ഔട്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് വേണ്ടതുമുണ്ട്, ധാരാളം കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തതുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മുകൾ ഭാഗം തൊട്ട് തന്നെ തുടങ്ങാം. ഒരു എഞ്ചിന്റെ ഏറ്റവും മുകൾ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിലിണ്ടർ ഹെഡ്. ഇതാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കവർ ചെയ്തുകൊണ്ട് മുകളിൽ എന്തുണ്ടാവും, ഒരു സിലിണ്ടർ ഹെഡ് കവറും ഉണ്ടാവും. ഓക്കെ, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമല്ല. നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരാളെ കിട്ടി. അയാളാണ് ആര്, സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. സിലിണ്ടർ ഹെഡിന്റെ തൊട്ട് താഴെയുള്ള ഒരാളുണ്ട്, ഈ കാണുന്ന ആൾ. ഇയാളെ വിളിക്കുന്ന പേരാണ് എഞ്ചിൻ ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്ക് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട 2 പേര് വന്നേ, ആരൊക്കെയാണ്, സിലിണ്ടർ ഹെഡും സിലിണ്ടർ ബ്ലോക്കും അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്ക്. ഇതിന്റെ തൊട്ട് താഴെ ഒരാളും കൂടി വരും, ആ ഫിഗറിൽ കൊടുത്തിട്ടില്ല. അയാളുടെ പേരാണ് ക്രാങ്ക് കേസ്. എന്താണ് ക്രാങ്ക് കേസ്? ക്രാങ്ക് ഷാഫ്റ്റിന്റെ സംരക്ഷിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് അതിന് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയും, നിങ്ങൾ പഠിക്കും. അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിന് താഴെ വരുന്ന ഭാഗമാണ് ക്രാങ്ക് കേസ്. ഒന്നെങ്കിൽ സിലിണ്ടർ ബ്ലോക്കും അല്ലെ എഞ്ചിൻ ബ്ലോക്കും ക്രാങ്ക് കേസും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും, കാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി ചെയ്തിട്ട് നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും സഹായത്താൽ ഉറപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ സിലിണ്ടർ ഹെഡ്, എഞ്ചിൻ ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്ക്. തൊട്ട് താഴെയുള്ള ആളെയാണ് നമ്മൾ ഓയിൽ പാൻ എന്ന് വിളിക്കുക. എന്താണ് ഓയിൽ പാൻ? എഞ്ചിനകത്ത് ലൂബ്രിക്കേഷൻ ചെയ്യാൻ വേണ്ട ഓയിലിന് സ്റ്റോർ ചെയ്യുന്ന ആളാണ് എന്ത്, ഓയിൽ പാൻ എന്ന് പറയുന്നത്. നമ്മുടെ ബൈക്കൊക്കെ, നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓയിൽ മാറ്റാറില്ലേ? ഓയിൽ മാറ്റുന്ന എവിടെയാണ്, ഈ ഓയിൽ പമ്പിലെ ഈ ഡ്രെയിൻ ബോൾട്ട് അയച്ചിട്ടാണ് നമ്മൾ ഓയിൽ മാറ്റുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 3 പേരെ പറഞ്ഞു. ആരൊക്കെയാണ്, സിലിണ്ടർ ഹെഡ്, എഞ്ചിൻ ബ്ലോക്ക്, ഓയിൽ പാൻ. എഞ്ചിൻ ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിലാണ് ആരുണ്ടാകുക, സിലിണ്ടർ ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇതിനെ സിലിണ്ടർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ള 2 മാനിഫോൾഡാണ്. ഒന്ന് എക്സോസ്റ്റ് മാനിഫോൾഡും അതേപോലെ തന്നെ ഇൻലെറ്റ് മാനിഫോൾഡും അല്ലെങ്കിൽ ഇൻടേക്ക് മാനിഫോൾഡ്, രണ്ടും പറയാറുണ്ട് കേട്ടോ. ഇൻടേക്ക് എന്നും പറയാറുണ്ട്, ഇൻലെറ്റ് എന്നും പറയാറുണ്ട്. എഞ്ചിലേക്ക് കൊടുക്കുന്ന ചാർജ്, നമ്മൾ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഏതെങ്കിലും ആകട്ടെ, ഇതിന്റെ ചാർജ് നമ്മൾ എഞ്ചിലേക്ക് കൊടുക്കും. പവർ ഉൽപ്പാദിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് കൊടുക്കണ്ടേ? ആ കൊടുക്കുന്ന ആ ഒരു വഴിയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻടേക്ക് മാനിഫോൾഡ് അല്ലെങ്കിൽ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഏതാണെങ്കിലും ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അവിടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്നത് എന്താണ്, പുകയും കരിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് പുറന്തള്ളണം. അപ്പോൾ അതിനൊക്കെ ക്രോഡീകരിച്ച് പുറത്തോട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ആളാണെന്ന് പറയുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. മറന്നുപോകും. നമുക്ക് പ്രധാനപ്പെട്ട ഒരു 3 ആൾ നമ്മൾ പറഞ്ഞു, സിലിണ്ടർ ഹെഡ്, അതേപോലെ തന്നെ സിലിണ്ടർ ബ്ലോക്ക് അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഓയിൽ, പിന്നെ അതേപോലെ തന്നെ ഓയിൽ പാൻ, ഇൻലെറ്റ് മാനിഫോൾഡ്, എക്സോസ്റ്റ് മാനിഫോൾഡ്. പിന്നെ കുറേ ചെറിയ ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. പിന്നെ ഇവിടെ ഒരു കാര്യം ഓർത്തോളാം, ഒരു ഗ്യാസ്കറ്റ്, ഈ കളർ കണ്ടില്ലേ, ഒരു ഗ്യാസ്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? 2 ഗ്യാസ്കറ്റ് ഉണ്ട്. ഒരു ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത് സിലിണ്ടർ ഹെഡിനും സിലിണ്ടർ ബ്ലോക്കിനും ഇടയിലുള്ള ഒരു ഗ്യാസ്കറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓയിൽ പാനിനും സിലിണ്ടർ ബ്ലോക്കിനും ഇടയിൽ എന്തുണ്ട്, ഒരു ഗ്യാസ്കറ്റ് കൊടുക്കാറുണ്ട്. ഇത് പറയാൻ കാരണം ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, സിലിണ്ടർ ഹെഡിനും സിലിണ്ടർ ബ്ലോക്കിനും ഇടയിൽ കൊടുക്കുന്ന
ഒരു ഭാഗത്തിൻ്റെ പേരെന്താണ്, അവിടെ കൊടുക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പേരെന്താണ്? ഗാസ്കറ്റ്. മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും ഒരു ബേസിക് ഉള്ളൊരു രൂപം എഞ്ചിൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സിലിണ്ടർ ബ്ലോക്കിലെ സിലിണ്ടറിനെ കുറിച്ചാണ്. അതിലാണ് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതും കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എഞ്ചിൻ്റെ ഔട്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുകയാണ് സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, ഓയിൽ പാൻ, ക്രാങ്ക് കേസ് എന്നിവയാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു എഞ്ചിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ആദ്യത്തെ 3 പാർട്ടുകൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പിസ്റ്റൺ. ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? പിസ്റ്റൺ എന്ന് പറയുന്നത്. പിസ്റ്റണിന് നേരെ താഴെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. ആ ഷാഫ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റ്. ഈ പിസ്റ്റണിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യാൻ നമ്മൾ റോഡ് ഉപയോഗിക്കും. ആ റോഡിന് നമ്മൾ എന്ത് വിളിക്കും? കണക്റ്റിംഗ് റോഡ് എന്ന് വിളിക്കും. അപ്പോൾ ആദ്യം ഇതൊന്ന് 3 മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെച്ചേക്കുക. ആരൊക്കെയാണ്? പിസ്റ്റൺ മുകളിലുണ്ടാവും, നേരെ താഴെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാവും, ആ രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി റോഡ് ഉണ്ടാവും. ആ റോഡ് നമ്മൾ കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. ഇത് പെട്രോൾ ആയാലും ഡീസൽ എഞ്ചിനായാലും ഇത്രയും ഭാഗങ്ങളൊക്കെ നിർബന്ധമായും ഉണ്ടാവുന്നതാണ്. അതിനൊന്നും യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല. അതിനി പറയാൻ വന്ന 2 കാര്യങ്ങളും കൂടി. എഞ്ചിനകത്ത് നടക്കുന്ന പ്രോസസ്സ് കമ്പസ്റ്റൻ പ്രോസസ്സാണ്. അപ്പോൾ കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇൻപുട്ട് കൊടുക്കണം. അതാണ് നമ്മൾ ഫ്യൂവലൊക്കെ കൊടുക്കുന്നത്. അവിടെ കമ്പസ്റ്റൻ നടന്നു കഴിഞ്ഞാൽ എന്താവും? പുകയും കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് പുറന്തള്ളണം ഈ സിലിണ്ടറിനകത്ത് നിന്ന്. അങ്ങനെ ആ ചാർജ് കയറി വരാനും ഈ അവശിഷ്ടങ്ങൾ പുറന്തള്ളാനുമായി 2 വാൾവുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വാൾവിൻ്റെ പേരാണ് ഒന്ന് ഇൻലെറ്റ് വാൾവ്. ഈ കാണുന്നതാണ് എന്ത്? ഇൻലെറ്റ് വാൾവ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? എക്സോസ്റ്റ് വാൾവ്, EV എന്ന് പറയും, അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വാൾവ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ 2 വാൾവുണ്ട്, ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും. ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പഠിച്ചോളുക, മറന്നു പോകരുത്. എപ്പോഴും എക്സോസ്റ്റ് വാൾവിനെ അപേക്ഷിച്ച് ഇൻലെറ്റ് വാൾവിൻ്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും. കാരണം കൂടുതൽ ചാർജ് ഫ്യൂവൽ നമുക്ക് കയറി വരാൻ വേണ്ടി എപ്പോഴും പെട്രോൾ ആയാലും ഡീസൽ എഞ്ചിൻ ഏത് എഞ്ചിനായാലും എക്സോസ്റ്റ് വാൾവിനെ അപേക്ഷിച്ച് ഇൻലെറ്റ് വാൾവിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന വാൾവ് എന്ന് പറയുന്നത് പൊപ്പറ്റ് വാൾവാണ്. എന്താണ്? പൊപ്പറ്റ് വാൾവ് അല്ലെങ്കിൽ മഷ്റൂം വാൾവാണ് എന്ത് ചെയ്യുന്നത്? എഞ്ചിനിൽ യൂസ് ചെയ്യാറ്. ആ 2 ടേമും കൂടി മനസ്സിൽ ഓർമ്മിച്ചിട്ടുള്ള എന്തൊക്കെയാണ്? ഒന്ന് ഡയമീറ്റർ കൂടുതലാണ്, അതുപോലെ തന്നെ പൊപ്പറ്റ് വാൾവ് അല്ലെങ്കിൽ മഷ്റൂം വാൾവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത്, അധികം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനി പ്രധാനപ്പെട്ട ആൾ സെൻട്രൽ ഒരാളെ കാണാം നിങ്ങളല്ലേ? ഇയാളെ നമുക്ക് എന്ത് വിളിക്കാം? സ്പാർക്ക് പ്ലഗ് ഓർ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് വിളിക്കാം. അങ്ങനെ 2ഉം പറയാൻ കാരണം എന്താണ്? 2ഉം 2 എഞ്ചിനിലാണ് കാണുക. അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടി മനസ്സിൽ ഓർമ്മിക്കുക. സ്പാർക്ക് പ്ലഗ് എവിടെയാണ് കാണുക? പെട്രോൾ എഞ്ചിനിലാണ് സ്പാർക്ക് പ്ലഗ് കാണുക, പെട്രോൾ എഞ്ചിനിലാണ്. ഫ്യൂവൽ ഇഞ്ചക്ടർ കാണുക എവിടെയാണ്? ഡീസൽ എഞ്ചിനിലാണ്. മറന്നു പോകരുതേ. സ്പാർക്ക് പ്ലഗ് കാണുക എവിടെയാണ്? പെട്രോൾ എഞ്ചിനിലാണ്. ഫ്യൂവൽ ഇഞ്ചക്ടർ കാണുക എവിടെയാണ്? ഡീസൽ എഞ്ചിനിലാണ്. അപ്പോൾ 2ഉം വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ ഡീസൽ നമ്മൾ ഡിഫറൻസ് പറയുന്ന ഒരു കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അത് കൂടെ ഒരു കാര്യം കൂടി ചേർത്ത് പഠിക്കുക. പെട്രോൾ എഞ്ചിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലേ? നമ്മുടെ മെക്കാനിക്കലായാലും ഏത് സെക്ഷൻ എടുത്ത് കഴിഞ്ഞാലും എന്തിനൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ റെഫ്രിജറേറ്റർ പോലും വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഓട്ടോ സൈക്കിൾ. എന്താണ്? ഓട്ടോ സൈക്കിൾ. മറന്നു പോകരുത്. പെട്രോൾ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. പെട്രോൾ സൈക്കിൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയാണ്. എന്താണ്? കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ പ്രവർത്തിക്കുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. മറന്നു പോകരുതേ. പെട്രോൾ എഞ്ചിൻ ഓട്ടോ സൈക്കിളാണ്, കോൺസ്റ്റൻറ്റ് വോളിയാണ്. അങ്ങനെയെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനിൽ മാത്രം കാണുന്ന ഒരാളാണ്. വർക്കിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡീസൽ സൈക്കിൾ തന്നെയാണ്. പേര് പോലെ തന്നെ എന്താണ്? ഡീസൽ സൈക്കിൾ തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ചോദിച്ചിട്ടുണ്ട് നിരവധി തവണ. അപ്പോൾ ഇതങ്ങ് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെച്ചേക്കുക. ഇതൊക്കെ നമ്മളിപ്പം പറഞ്ഞ 4-5 പോയിന്റുകൾ. വാൾവ് എന്ന് പറഞ്ഞാൽ പൊപ്പറ്റ് വാൾവാണ്. എക്സോസ്റ്റ് വാൾവിനെക്കാട്ടും ഡയമീറ്റർ കൂടുതലാണ് ഇൻലെറ്റ് വാൾവിന്. സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നത് പെട്രോൾ എഞ്ചിനിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കിംഗ് സൈക്കിൾ പെട്രോൾ ഉണ്ടല്ലേ? ഓട്ടോ സൈക്കിളാണ്. ഓട്ടോ സൈക്കിളിൻ്റെ പ്രത്യേകത കോൺസ്റ്റൻറ്റ് വോളിയം ആയിരിക്കും. എന്നാൽ ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്നതാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഡീസൽ സൈക്കിളാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടൈം എഞ്ചിൻ്റെ ഉൾഭാഗം, അതിനൊരു ഡയമീറ്റർ ഉണ്ട്. ആ ഡയമീറ്റർ വിളിക്കുന്ന പേരാണ് ബോർ. നമ്മൾ ഏതൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു ബോർ. എന്തായിരുന്നു ബോറിംഗ് ഓപ്പറേഷൻ? എൻലാർജിങ് എ ഡ്രില്ലഡ് ഹോൾ അല്ലേ? ഡ്രില്ല് ചെയ്ത ഹോളിനെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബോർ എന്ന് വിളിക്കുന്നത്. അതിൽ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉൾഭാഗത്തെയാണ് നമ്മൾ ബോർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനകത്തുള്ള പിസ്റ്റണിന് മാക്സിമം മുകളിൽ ഒരു പരിധി വരെ പോകാൻ സാധിക്കുള്ളൂ. അതേപോലെ താഴെയും ഒരു പരിധി വരെ പോകാൻ സാധിക്കുള്ളൂ. ഒരു എക്സ്ട്രീം പൊസിഷൻ ഉണ്ട്, മുകളിലായാലും താഴെയായാലും.
അതൊരു നമ്മുടെ ലക്ഷ്മണരേഖ എന്നൊക്കെ വേണേൽ നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ നമുക്ക് അതിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് നോക്കാം. അപ്പോൾ പിസ്റ്റൺ ഏറ്റവും മുകളിലേക്ക് വരാൻ പറ്റുന്ന ആ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് TDC അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്റർ. എന്താണ്? TDC അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്റർ. അതേപോലെ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അതിന് താഴോട്ട് പിസ്റ്റൺ പോവില്ല. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോട്ടം ഡെഡ് സെൻറ്റർ, BDC എന്ന് പറയും. മറന്നുപോവോ? പിസ്റ്റണിന് മോൾ ഭാഗം എത്തുന്ന ആ ഒരു ലൈനിനെ, ആ ഒരു ലക്ഷ്മണരേഖയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? TDC എന്ന് വിളിക്കാം, ടോപ്പ് ഡെഡ് സെൻറ്റർ. അതേപോലെ പിസ്റ്റണിന് താഴോട്ട് എത്താൻ പറ്റുന്ന ഒരു ലൈൻ ഉണ്ടല്ലേ, എല്ലാം ഇമാജിനറി ആണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? BDC എന്ന് വിളിക്കുന്നു, ബോട്ടം ഡെഡ് സെൻറ്റർ. ടിയും ഡിയും ആ രണ്ട് അക്ഷരം മാത്രമേ മാറുന്നുള്ളൂ. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടേം. അതൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ടേമാണ് നിങ്ങൾ കാണുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ സ്ട്രോക്ക് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണും അല്ലേ? എന്താ സ്ട്രോക്ക്? TDCയിൽ നിന്നും BDCയിലേക്കോ അല്ലെങ്കിൽ BDCയിൽ നിന്നും TDCയിലേക്കോ, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്കോ, ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്നും ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്കോ, രണ്ടു പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരേ ദൂരമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദൂരത്തെ നമുക്ക് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. രണ്ട് ഡെഡ് സെൻറ്ററുകൾക്കിടയിലുള്ള അകലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ട്രോക്ക് ലെങ്ത് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ TDCക്കും BDCക്കും ഇടയിലുള്ള അകലത്തെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ട്രോക്ക് എന്ന് വിളിക്കാം. മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കുക, 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 4 സ്ട്രോക്ക് ഉണ്ടാവും. 4 തവണ പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും പോയി വരും. എന്നാൽ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്കേ ഉണ്ടാവുള്ളൂ. 2 തവണ മാത്രമേ പിസ്റ്റൺ മുകളിലേക്കും താഴോട്ടും പോവുകയുള്ളൂ. അപ്പോൾ അതാണ് സ്ട്രോക്ക്. അപ്പോൾ സ്ട്രോക്ക് പഠിച്ചപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആദ്യം ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാവും. അപ്പോൾ സ്ട്രോക്ക് മറക്കരുത്, TDC മറക്കരുത്, BDC മറക്കരുത്. ഇനി 2 കാര്യം കൂടി. ഇവിടെ 2 വോളിയം വരുന്നുണ്ട്. ഒന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും, എന്താണ്? ക്ലിയറൻസ് വോളിയം. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? TDC ആണ്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? TDC ആണ്. ഇതിൻ്റെ മുകൾ ഭാഗം, ഈ സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗത്ത് ആരുണ്ടാവും? സിലിണ്ടർ ഹെഡ് ഉണ്ടാവും അല്ലെ? ഈ മുകൾ ഭാഗത്ത് ആരുണ്ടാവും? സിലിണ്ടർ ഹെഡ് ഉണ്ടാവും. അപ്പോൾ സിലിണ്ടർ ഹെഡിനും TDCക്കും ഇടയിലുള്ള വോളിയത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കുന്നത്. മാറിപ്പോവോ? ഓർമ്മിച്ച് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. TDCക്കും സിലിണ്ടർ ഹെഡിനും ഇടയിലുള്ള വോളിയത്തെ നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ TDCക്കും BDCക്കും ഇടയിൽ എന്തുണ്ടാവും? ഒരു വോളിയം ഉണ്ടാവില്ലേ? ആ വോളിയത്തെ നമ്മൾ സെപ്റ്റ് വോളിയം എന്ന് വിളിക്കുന്നു, VS എന്നാണ് പറയുക. അല്ലെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ 2 പേരുണ്ട്. 2 പേര് ഓർത്തേക്കണം. ഏത് രീതിയിലാണ് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുകൾ തമ്മിലുള്ള വോളിയമാണ്? TDCക്കും BDCക്കും ഇടയിലുള്ള വോളിയത്തെയാണ് നമ്മൾ സെപ്റ്റ് വോളിയം അല്ലെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നെങ്കിൽ, TDCക്കും സിലിണ്ടർ ഹെഡിനും ഇടയിലുള്ള വോളിയത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കാം. മറന്നുപോവോ? മറക്കരുത്. അപ്പോൾ ഇതിൽ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം, അതാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ടേം ഉണ്ട്, കംപ്രഷൻ റേഷ്യോ, CR എന്ന് പറയും. CR എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം ആണ്. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? VS അല്ലേ? സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം VC ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 2 വോളിയം, ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ടോപ്പ് ഡെഡ് സെൻറ്ററും സിലിണ്ടർ ഹെഡിനുള്ള വോളിയത്തെ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നു. TDCക്കും BDCക്കും ഇടയിലുള്ള വോളിയത്തെ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നു. അവിടെ നമ്മൾ എഞ്ചിൽ എപ്പോൾ യൂസ് ചെയ്യുന്ന ടേമാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്, CR എന്ന് പറയും. അപ്പോൾ കംപ്രഷൻ റേഷ്യോ കാണേണ്ട ഇക്വേഷൻ എന്താണ്? ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്നാണ്? സെപ്റ്റ് വോളിയം, ക്ലിയറൻസ് വോളിയം അല്ലേ? അത് തമ്മിൽ കൂട്ടിയിട്ട് അതിനെ ക്ലിയറൻസ് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കംപ്രഷൻ റേഷ്യോ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഒരു പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? അപ്പ് ആൻഡ് ഡൗൺ ആണ്. ആ മൂവ്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. അപ്പോൾ പിസ്റ്റൻ്റെ മോഷൻ എങ്ങനെയാണ്? റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. ഷേപ്പർ മെഷീൻ, ഇതും കൂടി ഓർത്ത് പഠിച്ചോളൂ. ഷേപ്പർ മെഷീനിലെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻ്റ് ആണ്. പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. അത് ക്രാങ്ക് ഷാഫ്റ്റിൽ എത്തുമ്പോഴേക്കും എന്തായി മാറുന്നു? റോട്ടറി മോഷനായി മാറുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഐസ് എഞ്ചിനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. നേരത്തെ പഠിച്ച നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോട്ടോർ സൈക്കിൾ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് എഞ്ചിൻ?
നമ്മളോട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ പ്രവർത്തിക്കുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ പെട്രോൾ എഞ്ചിൻ ഉണ്ടോ നോക്കാം അല്ലേ. ഓപ്ഷൻ ഉണ്ട്, ഏതാ? ബി. അപ്പോൾ ആൻസർ എന്താണ്? പെട്രോൾ എഞ്ചിൻ. എക്സ്റ്റേണൽ കമ്പസ്റ്റ് എഞ്ചിൻ, ഇ.സി എന്ന് പറഞ്ഞ എഞ്ചിൻ ഉണ്ട്. ആ ഇ.സി എഞ്ചിനാണ് നമ്മൾ എക്സ്റ്റേണൽ കമ്പസ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് കമ്പസ്റ്റ് നടക്കുന്നത് എഞ്ചിന് പുറത്ത് വെച്ചാണെങ്കിൽ ആ എഞ്ചിൻ നമുക്ക് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിളാണ് എന്ത്? സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് സ്റ്റീം എഞ്ചിൻ. ഓക്കെ, പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓട്ടോ സൈക്കിൾ. ഡീസൽ എഞ്ചിൻ്റെ ആണെങ്കിലോ ഡീസൽ സൈക്കിളിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് എക്സാമ്പിളാണ് സ്റ്റീം എഞ്ചിൻ. പെട്രോൾ ഡീസൽ എഞ്ചിനും നമുക്കറിയുന്നതാണ്. അപ്പോൾ സൈക്കിൾ അധികം ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി സിലിണ്ടർ ഇൻ എഞ്ചിൻ? ഒരു എഞ്ചിനിലെ സിലിണ്ടറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ എന്തൊക്കെയുണ്ട്? ടു ഹോൾഡ് ദി ക്രാങ്ക് ഷാഫ്റ്റിനെ ഹോൾഡ് ചെയ്യുക. ഓപ്ഷൻ ബി ടു ഗൈഡ് ദി കേം ഷാഫ്റ്റിനെ ഗൈഡ് ചെയ്യുക. ഓപ്ഷൻ സി എന്താണ്? ടു ഗൈഡ് ദി പിസ്റ്റനെ ഗൈഡ് ചെയ്യുക. ഓപ്ഷൻ ഡി ടു ഹോൾഡ് ദി വാൾസ്. അപ്പോൾ നമുക്ക് സിലിണ്ടർ, എന്തിനാണ് സിലിണ്ടർ പ്രൈമറി ഫംഗ്ഷൻ? അപ്പോൾ സിലിണ്ടർ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ആ ഫിഗർ വരണം. സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ആരൊക്കെ വരുന്നില്ല? ക്രാങ്ക് ഷാഫ്റ്റും ഇല്ല, കേം ഷാഫ്റ്റും ഇല്ല. ആരാ വരുന്നത്? പിസ്റ്റനാണ്. അപ്പോൾ പിസ്റ്റനെ ഗൈഡ് ചെയ്യാനുള്ള ആണ് എന്തിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സിലിണ്ടറിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ ഓർത്തേക്കുക, നേരത്തെ പറഞ്ഞിട്ടില്ല നമ്മൾ, ക്രാങ്ക് ഷാഫ്റ്റും കേം ഷാഫ്റ്റും ഏട്ടൻ അനിയന്മാരെ പോലെയാണ്. ചില സന്ദർഭങ്ങളിൽ ചില എഞ്ചിനുകളിൽ ക്രാങ്ക് ഷാഫ്റ്റും കേം ഷാഫ്റ്റും ക്രാങ്ക് കേസ് തന്നെ കൊടുക്കാറുണ്ട്. നമ്മുടെ സിലിണ്ടർ ബ്ലോക്ക് അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്കിൻ്റെ ഇതാണ് എഞ്ചിൻ ബ്ലോക്ക് എങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ക്രാങ്ക് കേസ് എന്ന് പറയുന്നത് അല്ലേ. ഇയാളാണ് എന്ത്? ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രാങ്ക് കേസിൽ ആര് ഓൾറെഡി ഉണ്ടാവും? ക്രാങ്ക് ഷാഫ്റ്റ് ഓൾറെഡി ഉണ്ടാവും. കൂടെ ചിലപ്പോൾ ആരെയും കൂടി കൊടുക്കാറുണ്ട്? കേം ഷാഫ്റ്റിനെയും കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കേം ഷാഫ്റ്റിനെ എവിടെയാണ് കൊടുക്കുക? സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകളിൽ ആരുണ്ടാവും? സിലിണ്ടർ ഹെഡ് ഉണ്ടാവും അല്ലേ. ഹെഡ് ഉണ്ടാവും. ഈ ഹെഡിൽ ആരെ കൊടുക്കാറുണ്ട്? കേം ഷാഫ്റ്റിനെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കേം ഷാഫ്റ്റിൻ്റെ പർപ്പസും കൂടി അതിനൊപ്പം പഠിച്ചു വെച്ചോളൂ. വാൾവിനെ കൺട്രോൾ ചെയ്യുന്ന പരിപാടിയാണ് ആരെടുക്കുന്നത്? കേം ഷാഫ്റ്റ് എടുക്കുന്നത്. മറന്നു പോകരുത്. വാൾവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള എഞ്ചിനിലൊരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? കേം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടർ ഹെഡിലും കൊടുക്കും, ക്രാങ്ക് കേസിലും കൊടുക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി മാറ്റുന്ന ഒരു ഡിവൈസും കൂടിയാണ് കേം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? റോട്ടറി മോഷനെ എങ്ങോട്ടേക്ക് മാറ്റുക? ലീനിയർ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷനാക്കി മാറ്റുന്ന ഒരു ഡിവൈസും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? കേം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ആ പോയിന്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂഷ്വലി സിലിണ്ടർ ലൈനർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട് മെറ്റീരിയൽ? സിലിണ്ടർ ലൈനർ അല്ലേ. സിലിണ്ടർ ലൈനർ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്താ സിലിണ്ടർ ലൈനർ? ഒരു എഞ്ചിനിൽ ഓൾറെഡി ഒരു സിലിണ്ടർ ഉണ്ടാവും അല്ലേ. ആ സിലിണ്ടറിൽ എന്തുണ്ടാവും? പിസ്റ്റൺ ഉണ്ടാവും. അപ്പോൾ പിസ്റ്റൺ കണ്ടിന്യൂസ് ആയി ഇതുവഴി എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നടത്തിക്കൊണ്ടാണ് മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിലിണ്ടറിൽ എന്ത് സംഭവിക്കും? തേയ്മാനം സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സിലിണ്ടർ മാറ്റേണ്ട അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ ചിലവ് കൂടിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിവൈസ് നിർമ്മിക്കും. ഇതിനാണ് നമ്മൾ സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരാളാണ് എന്ത് പറയുന്നത്? സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ഈ സിലിണ്ടർ ലൈനർ, ഈ ലൈനർ നമ്മൾ എന്താ ചെയ്യുക? ഈ സിലിണ്ടറിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇറക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? സിലിണ്ടറിൻ്റെ അടിയിൽ എന്തുണ്ടാവും? ഒരു ലൈനറും കൂടി എന്ത് ചെയ്തും ഇറക്കി വെക്കും. അപ്പോൾ നമുക്ക് തേയ്മാനൊക്കെ വരിക ഇതിൻ്റെ അകത്താണ്, സിലിണ്ടർ ലൈനറിലാണ് വരിക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് മാറ്റാൻ സാധിക്കും? സിലിണ്ടർ ലൈനർ മാറ്റി പുതിയൊരു സിലിണ്ടർ ലൈന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്ന സിലിണ്ടർ ലൈനിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ എ ടങ്സ്റ്റൺ ഉണ്ട്, ഓപ്ഷൻ ബി കാസ്റ്റ് അയൺ അലോയ് ഉണ്ട്, ഓപ്ഷൻ സി അലൂമിനിയം അലോയ് ഉണ്ട്, ഓപ്ഷൻ ഡി മൈൽഡ് സ്റ്റീൽ ഉണ്ട്. എഞ്ചിൻ്റെ അധിക പാർട്സും കൺസ്ട്രക്ഷൻ ചെയ്ത് വരുന്നത് ഏതിലാണ്? കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് പറയാം. ഏതാണ്? കാസ്റ്റ് അയൺ അലോയ്. നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് പിസ്റ്റൻസ്? പിസ്റ്റൺ നിർമ്മിക്കാൻ ഉപയോഗിക്കാത്ത മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? മൈൽഡ് സ്റ്റീലാണ് ആൻസർ. സ്റ്റീൽ നമുക്ക് യൂസ് ചെയ്യാം. അലൂമിനിയം അലോയാണ് നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതാണ് അലൂമിനിയം അലോയാണ്. പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതെന്ന് പറയുക കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഉപയോഗിക്കാൻ പറ്റാത്തത് മൈൽഡ് സ്റ്റീൽ മാത്രമാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പോഴാണ് ചോദിച്ചെങ്കിൽ ഒന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ലെങ്കിലും ആൻസർ എന്താണ്? അലൂമിനിയം അലോയാണ്. കാരണം ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവും അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റുമാണ് അലൂമിനിയത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വെർ ഈസ് ഇൻഡിക്കേറ്റഡ് പവർ ജനറേറ്റഡ്? എവിടെയാണ് ഇൻഡിക്കേറ്റഡ്? IP ഇൻഡിക്കേറ്റഡ് പവർ ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ.
അപ്പോൾ അതിൻ്റെ കുറച്ച് ടേംസ് ഉണ്ട്, നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. ബാക്കിയുള്ളതും കൂടി വരും. ബ്രേക്ക് ഹോഴ്സ് പവറും മെക്കാനിക്കൽ എഫിഷ്യൻസി ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവിടെ കിടക്കും. അത് ഒരിക്കലും അത് മാഞ്ഞു പോയില്ല. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ നോക്കാം. ഇൻഡിക്കേറ്റർ പവർ ജനറേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ക്രാങ്ക് ഷാഫ്റ്റിലാണോ, അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിലാണോ, അല്ലെങ്കിൽ ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടറാണോ, അല്ലെങ്കിൽ ഫ്യൂവൽ പമ്പിലാണോ? ഒരിക്കലും ഏത് രണ്ട് കേസ് വരില്ല? ആൾട്ടർനേറ്ററും അതേപോലെ തന്നെ ഫ്യൂവൽ പമ്പും വരില്ല. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റും എൻജിൻ സിലിണ്ടറാണ്. അപ്പോൾ ഓർമ്മിച്ചോളാം, എൻജിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, എൻജിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവറിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ എൻജിൻ സിലിണ്ടറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെയാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. എന്നാൽ ആ പവർ ക്രാങ്ക് ഷാഫ്റ്റിൽ എത്തുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കുറയും. ആ ബ്രേക്ക് പവറിനെ നമ്മൾ ബ്രേക്ക് പവർ എന്ന് വിളിക്കുന്നത്. എന്താണ്? ബ്രേക്ക് ഹോഴ്സ് പവർ, BHP എന്ന് പറയും. ഇത് ശരിക്കും എന്താണ്? IHP ആണ്. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ആണ് എന്ത്? എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് BHP ആണ്. ബ്രേക്ക് ഹോഴ്സ് പവർ ആണ്. മറന്നു പോകരുതേ. 1 HP എന്ന് പറഞ്ഞാൽ എത്ര വാട്ടായിരുന്നു? 1 HP ഈസ് ഈക്വൽ ടു 746 വാട്ടായിരുന്നു അല്ലേ? മെട്രിക്കിലാണെങ്കിലോ 736 വാട്ടും. അതും ആ ഒരു പോയിന്റും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. മറന്നു പോകരുത്, ചോദിക്കാറുണ്ട്. മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ വാട്ടിൻ്റെ കണക്കൊക്കെ. അപ്പോൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എവിടെയാണ്? എൻജിൻ സിലിണ്ടറിനകത്താണ്. ബ്രേക്ക് ഹോഴ്സ് പവർ എവിടെയാണ്? ക്രാങ്ക് ഷാഫ്റ്റിലാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി മെൻഷൻഡ് ബിലോ ഇസ് നോട്ട് പാർട്ട് ഓഫ് ദി സിലിണ്ടർ ഹെഡ്? താഴെ പറഞ്ഞതിന് ഒന്നെന്തല്ല? സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമല്ല അല്ലേ? അതേതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. വാൾവ് എവിടെ കൊടുക്കാറുണ്ട്? സിലിണ്ടർ ഹെഡ് കൊടുക്കാറുണ്ട്. സിലിണ്ടർ ബ്ലോക്കിലും വാൾവ് കൊടുക്കാറുണ്ട്. ഓർമ്മിക്കണേ, ഹെഡിലും കൊടുക്കും, ബ്ലോക്കിലും കൊടുക്കും. ഹെഡ് കൊടുത്താൽ ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം എന്നും, ബ്ലോക്ക് കൊടുക്കുന്നതിന് നമ്മൾ സൈഡ് വാൾവ് മെക്കാനിസം എന്നൊക്കെ പറയാറുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഓർത്താൽ മതി. വാൾവ് എവിടെ കൊടുക്കും? സിലിണ്ടർ ഹെഡിലാണ് അധികം കൊടുക്കാറ്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഇല്ലേ? സ്പാർക്ക് പ്ലഗ് ബാർ ഇഞ്ചക്ടർ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതും എവിടെയാണ് കൊടുക്കാറ്? സിലിണ്ടർ ഹെഡിലാണ് കൊടുക്കാറ്. പിന്നെ ക്യാം ഷാഫ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാം ഷാഫ്റ്റ് രണ്ട് സ്ഥലത്തും കൊടുക്കും. ക്രാങ്ക് കേസിലും കൊടുക്കും, സിലിണ്ടർ ഹെഡിലും കൊടുക്കും. രണ്ടിടത്തും എന്ത് കൊടുക്കാറുണ്ട്? ക്യാം ഷാഫ്റ്റ് കൊടുക്കാറുണ്ട്. പിന്നുള്ളത് ആരാണ്? ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ ഹെഡിൽ വരുമോ? ഇല്ല. അതെപ്പോഴും എവിടെയാണ്? സിലിണ്ടർ ബ്ലോക്കിൻ്റെ താഴെയാണ്. അപ്പോൾ ഏതാണ് സിലിണ്ടർ ഹെഡിൽ പെടാത്ത ഭാഗം? ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ഇനി ഈ ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റും തമ്മിൽ റേഷ്യോ ഉണ്ട്, ഓർമ്മിച്ചോളാം. ക്രാങ്ക് ഷാഫ്റ്റിന് നേർ പകുതി സ്പീഡിലായിരിക്കും ആര് റൊട്ടേറ്റ് ചെയ്യുക? ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. മറന്നു പോകരുതേ, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന നേർ പകുതിയിലാണ് ആര് റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റേഷ്യോ ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽസ് ഈ സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചറിങ് സിലിണ്ടർ ഹെഡ്? സിലിണ്ടർ ഹെഡ് നിർമ്മിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇല്ലേ? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ചിലരുടെ മുഖത്തൊക്കെ സന്തോഷം വന്നിട്ടുണ്ടാവില്ലേ? നമുക്കറിയുന്നതാണ്. ഏതാണ്? കാസ്റ്റ് അയൺ ആണ്. ഏതാണ്? കാസ്റ്റ് അയൺ ആണ്. മേലിയബിൾ അല്ല, മൈൽഡ് സ്റ്റീൽ അല്ല, കാർബൺ ഫൈബർ അല്ല. ഏതാണ്? കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിസ്റ്റൺ ഈസ് എ ഡാഷ് പാർട്ട് ഓഫ് IC എഞ്ചിൻ. പിസ്റ്റൺ എന്ന് പറയുന്നത് IC എഞ്ചിൻ്റെ എന്ത് പാർട്ടാണെന്നാണ് ചോദിച്ചത് അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. റൊട്ടേറ്റിംഗ് പാർട്സ് ആണോ? അല്ല. റിവോൾട്ടിംഗ് പാർട്സ് ആണോ? അല്ല. അല്ലേ? പിന്നെ ഏതാണ്? റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് ആണ്. ഓസിലേറ്റിംഗ് ആണോ? അതും അല്ല. അപ്പോൾ പിസ്റ്റൺ ഈസ് എ റെസിപ്രോക്കേറ്റിംഗ് മെമ്പർ ഓഫ് IC എഞ്ചിൻ എന്നാണ് പറയുക. ആ റെസിപ്രോക്കേറ്റിംഗ് മെമ്പറിനെ ക്രാങ്ക് ഷാഫ്റ്റ് എന്താക്കി മാറ്റുന്നു? റോട്ടറി മോഷനാക്കി മാറ്റുന്നു. ആരുടെ സഹായത്താൽ? കണക്റ്റിംഗ് റോഡിൻ്റെ സഹായത്താൽ അല്ലേ? അപ്പോൾ അത് പറയുമ്പോൾ ഓർത്തോളൂ, ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇവിടെ റിങ് ഉണ്ടാവും, പിസ്റ്റൺ റിങ് എന്ന് പറയും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ ഇതാണ് കണക്റ്റിംഗ് റോഡ്. ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാവും അല്ലേ? ഇവിടെ എന്തുണ്ടാവും? ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഈ മുകൾ ഭാഗത്തെ സ്മോൾ എൻഡ് എന്നും താഴ്ഭാഗത്തെ ബിഗ് എൻഡ് എന്നാണ് പറയുക കേട്ടോ. താഴ്ഭാഗം ബിഗ് എൻഡും മുകൾ ഭാഗം സ്മോൾ എൻഡും. അപ്പോൾ പിസ്റ്റനായിട്ട് കണക്ട് ചെയ്ത ഭാഗമാണ് എന്ത്? സ്മോൾ എൻഡ്. ക്രാങ്ക് ഷാഫ്റ്റായിട്ട് കണക്ട് ചെയ്ത ഭാഗമാണ് ബിഗ് എൻഡ്. ഓക്കെ, മറന്നു പോരുത്. അപ്പോൾ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒരു റെസിപ്രോക്കേറ്റിംഗ് മെമ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് വിച്ച് കോമ്പോണൻറ്റ് പിസ്റ്റൺ ആൻഡ് കണക്റ്റിംഗ് റോഡ് ആർ കണക്റ്റഡ്? PSCക്ക് വളരെ ഇഷ്ടമുള്ളത് ആയ ചോദ്യമാണ്. അതേപോലെ തന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നിരന്തരം ചോദിക്കുന്ന, ഓട്ടോമൊബൈൽ സെക്ഷനിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിസ്റ്റണിനെയും കണക്റ്റിംഗ് റോഡിനെയും കണക്ട് ചെയ്ത ഭാഗത്തിനെ വിളിക്കുന്ന പേര് തന്നെയാണ് ഗഡ്ജൻ പിന്നാണ്. മറന്നു പോകരുതേ. പിസ്റ്റണിനെയും കണക്റ്റിംഗ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പിന്നുണ്ട്. ആ പിന്നിനെ വിളിക്കുന്ന പേരാണ് ഗഡ്ജൻ പിൻ, അല്ലെങ്കിൽ റിസ്റ്റ് പിൻ, അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ. 3 പേരുണ്ട് കേട്ടോ. 3 മാറി മാറി ചോദിക്കാറുണ്ട്.
എന്തൊക്കെയാണ്? ഗഡ്ജൻ പിൻ, റിസ്റ്റ് പിൻ, പിസ്റ്റൺ പിൻ. അത് പിസ്റ്റണിനെയും കണക്റ്റിംഗ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന പിന്നിനെ വിളിക്കുന്ന പേരാണ്, ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. ഗഡ്ജൻ പിൻ, റിസ്റ്റ് പിൻ, പിസ്റ്റൺ പിൻ. അപ്പോൾ ഏത് എൻഡായിരിക്കും? സ്മോൾ എൻഡ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക. കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡും പിസ്റ്റണിങ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നാണ് പിസ്റ്റൺ പിൻ, അല്ലെങ്കിൽ ഗഡ്ജൻ പിൻ, അല്ലെങ്കിൽ റിസ്റ്റ് പിൻ. മറന്നു പോകരുത് കേട്ടോ, നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് കണക്റ്റഡ് ടു വിച്ച് എൻഡ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്? ക്രാങ്ക് ഷാഫ്റ്റ് കണക്റ്റിംഗ് റോഡിൻ്റെ ഏത് എൻഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കണക്റ്റിംഗ് റോഡിന് 2 എൻഡുകളാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഒരു സ്മോൾ എൻഡും ഒരു ബിഗ് എൻഡും. സ്മോൾ എൻഡിലാണ് ആര് കണക്ട് ചെയ്തിരിക്കുന്നത്? പിസ്റ്റണെ കണക്ട് ചെയ്തിരിക്കുന്നത്. ബിഗ് എൻഡിലാണ് ആരെ കണക്ട് ചെയ്തിരിക്കുന്നത്? ക്രാങ്ക് ഷാഫ്റ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയായിരിക്കും ആൻസർ? ആൻസർ സി, ബിഗ് എൻഡ്. മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി അതിനെപ്പറ്റി സൂചിപ്പിക്കാം. അതായത് ഒരു പിസ്റ്റണിന് കുറച്ച് റിങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് പിസ്റ്റൺ എങ്കിൽ പിസ്റ്റൺ 2-3 റിങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ റിങ്ങിനെയാണ് നമ്മൾ പിസ്റ്റൺ റിങ് എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? പിസ്റ്റൺ റിങ് എന്ന് പറയുന്നത്. മറന്നു പറയാം, പിസ്റ്റൺ റിങ്. പിസ്റ്റൺ റിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ടൈപ്പ് പിസ്റ്റൺ റിങ് ഉണ്ടെന്ന് ഓർക്കുക. ഒന്ന് കമ്പഷൻ റിങ്ങും ഒന്ന് ഓയിൽ റിങ്ങും. ഒന്ന് കമ്പഷൻ റിങ്ങും രണ്ടാമത്തത് ഓയിൽ റിങ്ങും. എപ്പോഴും ആദ്യം ഇടുന്ന റിങ് എന്ന് പറഞ്ഞാൽ കമ്പഷൻ റിങ് ആണ്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ഇടുന്ന റിങ്, ടോപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇടുന്ന റിങ് ഏതാണ്? കമ്പഷൻ റിങ് ആണ്. അതിൻ്റെ തൊട്ട താഴെയാണ് എന്തുണ്ടാകുക? ഓയിൽ റിങ് ഉണ്ടാകുക. മറന്നു പോരട്ടെ, ആദ്യം ആരാ ഉണ്ടാകുക? കമ്പഷൻ റിങ് ആണ്. തൊട്ട താഴെയാണ് ഓയിൽ റിങ് ഉണ്ടാകുക. മിനിമം 2 കമ്പഷൻ റിങ് വേണം. മിനിമം എത്ര എണ്ണം വേണം? 2. 2 കൂടുതൽ എത്രയായാലും കുഴപ്പമില്ല. പക്ഷേ കമ്പഷൻ റിങ് മിനിമം എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. ഓയിൽ റിങ് ഒന്നായാലും എന്ത് ചെയ്യില്ല, കുഴപ്പമില്ല. കമ്പഷൻ ലീക്ക് ആകാതെയും അതേപോലെ കയറി വരുന്ന ചാർജ് സിലിണ്ടർ വാളിൻ്റെ സൈഡിൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങി പോവാതെയും സൂക്ഷിക്കുന്ന പരിപാടിയാണ് ആരെടുക്കുന്നത്? കമ്പഷൻ റിങ് എടുക്കുന്നത്. സിലിണ്ടർ വാള് ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നതാണ് ആരുടെ പരിപാടി? ഓയിൽ റിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക. അപ്പം ഇത്രയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാനുണ്ട് IC എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. കൂടെ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.